നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും റീഷാർട്ട് പി എസ് സിയുടെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ക്രിസ്മസ് ദിനമായിട്ട് നമുക്ക് കുറച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പി എസ് സി ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. കലയും സാഹിത്യവും എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം, നാം ഇവിടെ ഒറ്റയ്ക്കല്ല. 1985 മരിച്ച അമേരിക്കയുടെ ഒരു പ്രശസ്ത നോവലിസ്റ്റിൻ്റെ വാക്കുകളാണിത്. ആരുടെ വാക്കുകളാണ്? ടെയ്ലർ കാൾഡ്വെല്ലിൻ്റെ വാക്കുകളാണ്. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം, നാം ഇവിടെ ഒറ്റയ്ക്കല്ല എന്നത്. പ്രശസ്ത ഹോളിവുഡ് ചിത്രമായ ദ പോളാർ എക്സ്പ്രസിൽ 6 വ്യത്യസ്ത റോളുകളിൽ അഭിനയിച്ച നടൻ ആരാണ്? ടോം ഹാങ്ക്സ്. പ്രശസ്ത ഹോളിവുഡ് ചിത്രമായ ദ പോളാർ എക്സ്പ്രസിൽ 6 വ്യത്യസ്ത റോളുകളിൽ അഭിനയിച്ച നടൻ ആരാണ്? ടോം ഹാങ്ക്സ്. ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ്? ജർമ്മനി. ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ്? ജർമ്മനി. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ക്രിസ്മസ് ഗാനം ഏതാണ്? അമേരിക്കൻ ഗായകനായ ബിങ് ക്രോസ്ബിയുടെ വൈറ്റ് ക്രിസ്മസ് എന്ന ഗാനമാണ്. അമേരിക്കൻ ഗായകനായ ബിങ് ക്രോസ്ബിയുടെ വൈറ്റ് ക്രിസ്മസ് എന്ന ഗാനമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ക്രിസ്മസ് ഗാനം. നന്ദി സൂചകമായി എഴുതപ്പെട്ട പ്രശസ്ത ക്രിസ്തീയ ഗാനം ജിംഗിൾ ബെൽസ്. നന്ദി സൂചകമായി എഴുതപ്പെട്ട പ്രശസ്ത ക്രിസ്തീയ ഗാനം ജിംഗിൾ ബെൽസ്. സ്ത്രീയായി വേഷം കെട്ടിയ പുരുഷനായി ചമഞ്ഞ സ്ത്രീയുമായി ക്രിസ്മസ് ദിനത്തിൽ പ്രണയത്തിലാകുന്നു. ഏത് പ്രശസ്ത കൃതിയിലാണ് ഇങ്ങനെയൊരു പ്രണയം സംഭവിക്കുന്നത്? ട്വൽത്ത് നൈറ്റ്. വില്യം ഷേക്സ്പിയറിൻ്റെ ട്വൽത്ത് നൈറ്റിലാണ് സ്ത്രീയായി വേഷം കെട്ടിയ പുരുഷനായി ചമഞ്ഞ സ്ത്രീയുമായി ക്രിസ്മസ് ദിനത്തിൽ പ്രണയത്തിലാകുന്നത്. ഈ കൃതി ഇങ്ങനെ ഒരു പ്രണയം സംഭവിക്കുന്നത് ട്വൽത്ത് നൈറ്റ് എന്ന വില്യം ഷേക്സ്പിയറുടെ കൃതിയിലാണ്. ക്രിസ്മസ് നാളുകളിൽ ഒരു പ്രേതകഥ അവതരിപ്പിച്ച അമേരിക്കൻ നോവലിസ്റ്റ് ചാൾസ് ഡിക്കൻസിൻ്റെ പ്രശസ്ത നോവൽ എ ക്രിസ്മസ് കരോൾ ചാൾസ് ഡിക്കൻസിൻ്റെ പ്രശസ്ത നോവലാണ്. 2009 പ്രശസ്ത ആൽബം ക്രിസ്മസ് ഇൻ ദ ഹേർട്ട് പുറത്തിറക്കിയത് ആരാണ്? ബോബ് ഡിലാനാണ്. 2009 പ്രശസ്ത ആൽബം ക്രിസ്മസ് ഇൻ ദ ഹേർട്ട് എന്ന ആൽബം പുറത്തിറക്കിയത് ബോബ് ഡിലാൻ. വൈറ്റ് ക്രിസ്മസ് എന്ന പ്രശസ്ത ഗാനം ഏത് ചലച്ചിത്രത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? ഹോളിഡേ ഇൻ എന്ന ചലച്ചിത്രത്തിലാണ് വൈറ്റ് ക്രിസ്മസ് എന്ന പ്രശസ്ത ഗാനം പ്രത്യക്ഷപ്പെട്ടത്. ദി അഡ്വഞ്ചർ ഓഫ് ദി ക്രിസ്മസ് പുഡിംഗ് ആരുടെ രചനയാണ്? അഗാഥ ക്രിസ്റ്റി. നോഹയുടെ പേടകത്തിലേക്ക് ഒലീവിലയുമായി തിരിച്ചു വന്ന പക്ഷി പ്രാവ്. ലൂയിസ് വെറോണിക്ക സിക്കോൺ എന്ന പോപ്പ് ഗായിക അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ്. പേരെന്ത്? ലൂയിസ് വെറോണിക്ക സിക്കോൺ എന്ന പോപ്പ് ഗായിക അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ്. മഡോണ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1990 ഒരു ക്രിസ്മസ് ഹിറ്റ് സിനിമയിലൂടെയാണ് മെക്കാളി കുൽക്കിൻ എന്ന ബാലനടൻ പ്രശസ്തിയിലേക്ക് കടന്നു വന്നത്. ഏതാണ് ആ ഹിറ്റ് മൂവി? ഹോം എലോൺ. 1990 ഒരു ക്രിസ്മസ് ഹിറ്റ് സിനിമയിലൂടെയാണ് മെക്കാളി കുൽക്കിൻ എന്ന ബാലനടൻ പ്രശസ്തിയിലേക്ക് കടന്നു വന്നത്. ഏതാണ് ആ ഹിറ്റ് മൂവി? ഹോം എലോൺ. ഏത് രാജ്യത്താണ് ക്രിസ്മസ് അത്താഴത്തിൻ്റെ ഭാഗമായി KFC കഴിക്കുന്നത്? ജപ്പാൻ. ഏത് രാജ്യത്താണ് ക്രിസ്മസ് അത്താഴത്തിൻ്റെ ഭാഗമായി KFC കഴിക്കുന്നത്? ജപ്പാൻ. ഏത് കമ്പനിയുടെ പരസ്യത്തിലാണ് സാന്താക്ലോസ് ആദ്യമായി ചുവപ്പും വെളുപ്പും കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? കൊക്കക്കോള കമ്പനിയുടെ പരസ്യത്തിലാണ്. ഏത് കമ്പനിയുടെ പരസ്യത്തിലാണ് സാന്താക്ലോസ് ആദ്യമായി ചുവപ്പും വെളുപ്പും കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? കൊക്കക്കോള കമ്പനി. കൊക്കക്കോള കമ്പനിയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് സാന്താക്ലോസിൻ്റെ കുപ്പായത്തിൻ്റെ നിറം പച്ച നിറമായിരുന്നു. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണല്ലേ. കൊക്കക്കോള കമ്പനിയുടെ പരസ്യത്തിന് ശേഷമാണ് ചുവപ്പും വെളുപ്പും നിറത്തിൽ സാന്താക്ലോസ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അതിനു മുന്നേ പച്ച നിറമായിരുന്നു സാന്താക്ലോസിൻ്റെ കുപ്പായത്തിൽ. ക്രിസ്മസ് ദിനം ഔദ്യോഗിക അവധി ദിനമായി പ്രഖ്യാപിച്ച ആദ്യ അമേരിക്കൻ സ്റ്റേറ്റ് ഒക്ലഹോമ. ആദ്യത്തെ ക്രിസ്മസ് കാർഡ് അയച്ചത് ഏത് വർഷത്തിലാണ്? 1843. ആദ്യത്തെ ക്രിസ്മസ് കാർഡ് അയച്ചത് ഏത് വർഷത്തിലാണ്? 1843. ഏത് സമുദ്രത്തിലാണ് ക്രിസ്മസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ക്രിസ്മസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. 1642 ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൻ. 1642 ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ.
2001 ഹിറ്റായ സംതിങ് സ്റ്റുപ്പിഡ് എന്ന ക്രിസ്തുമസ് ഗാനത്തിൽ റോബി വില്യംസിനോടൊപ്പം 2001 ഹിറ്റായ സംതിങ് സ്റ്റുപ്പിഡ് എന്ന ക്രിസ്മസ് ഗാനത്തിൽ റോബി വില്യംസിനോടൊപ്പം പാടിയ പ്രശസ്ത നടി നിക്കോൾ കിഡ്മാൻ. മിറാക്കിൾ ഓൺ 34th സ്ട്രീറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ 1994 റീമേക്കിൽ ക്രിസ് ക്രിങ്കിളായി വേഷമിട്ട ബ്രിട്ടീഷ് നടൻ റിച്ചാർഡ് ആറ്റൻബറോ. മിറാക്കിൾ ഓൺ 34th സ്ട്രീറ്റ് എന്ന ചലച്ചിത്രത്തിൽ 1994 റീമേക്കിൽ ക്രിസ് ക്രിങ്കിളായി വേഷമിട്ട ബ്രിട്ടീഷ് നടൻ റിച്ചാർഡ് ആറ്റൻബറോ. ഫ്രാങ്ക് കാപ്ര സംവിധാനം ചെയ്ത ജെയിംസ് സ്റ്റുവർട്ട് പ്രധാന വേഷം ചെയ്ത പ്രശസ്ത ക്ലാസിക് ക്രിസ്തുമസ് ചിത്രം ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്നതാണ് ഫ്രാങ്ക് കാപ്ര സംവിധാനം ചെയ്ത ജെയിംസ് സ്റ്റുവർട്ട് പ്രധാന വേഷം ചെയ്ത പ്രശസ്ത ക്ലാസിക് ക്രിസ്മസ് ചിത്രം ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ്. ഹോം എലോൺ 2 ലോസ്റ്റ് ഇൻ ന്യൂയോർക്ക് എന്ന ചിത്രത്തിൽ മുഖം കാണിച്ച US പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഹോം എലോൺ 2 ലോസ്റ്റ് ഇൻ ന്യൂയോർക്ക് എന്ന ചിത്രത്തിൽ മുഖം കാണിച്ച US പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. 2000 ജിം കാരി അഭിനയിച്ച ഏതു ക്രിസ്മസ് ചിത്രത്തിലാണ് ആന്റണി ഹോപ്കിൻസ് വിവരണം നടത്തുന്നത്? ഹൗ ദ ഗ്രിഞ്ച് സ്റ്റോൾ ക്രിസ്മസ്. ക്രിസ്മസ് ട്രീ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കാനഡ. വൈറ്റ് ഹൗസിൽ ക്രിസ്മസ് ട്രീ നിരോധിച്ച US പ്രസിഡന്റ് റൂസ്വെൽറ്റ്. ക്രിസ്മസ് ഐലൻഡിന്റെ തലസ്ഥാനമായ നഗരം സെറ്റിൽമെന്റ് ആണ് ക്രിസ്മസ് ഐലൻഡിന്റെ തലസ്ഥാനമായ നഗരം. 1932 BBC-യുടെ ആദ്യ ക്രിസ്മസ് പ്രക്ഷേപണം നടന്ന ഇംഗ്ലീഷ് രാജാവ്. 1932 BBC-യിലൂടെ ആദ്യ ക്രിസ്മസ് പ്രക്ഷേപണം നടത്തിയ ഇംഗ്ലീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. 1996 പുറത്തിറങ്ങിയ അർണോൾഡ് സ്വാറ്റ്സെനെഗർ അഭിനയിച്ച ക്രിസ്മസ് കോമഡി ചലച്ചിത്രം ജിംഗിൾ ആൾ ദി വേ. 1996 പുറത്തിറങ്ങിയ അർണോൾഡ് സ്വാറ്റ്സെനെഗർ അഭിനയിച്ച ക്രിസ്മസ് കോമഡി ചലച്ചിത്രം ജിംഗിൾ ആൾ ദി വേ. നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.